വീട്ടുമുറ്റത്തെ കിണർ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുള്ളതിനാൽ ഉപയോഗയോഗ്യമല്ലെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വ്യക്തമാക്കിയതോടെ കുടിവെള്ളത്തിനായുള്ള നെട്ടോട്ടത്തിലാണ് മരിങ്ങാട്ടുപള്ളി തൈമുറിയിൽ എൽസം ആകർഷിൽ. വീടിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ഹോസ്റ്റലിലെ മലിനജലമാണ് കിണർ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത്. ഇത് സംബന്ധിച്ച പരാതികൾ നൽകിയെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് എൽസം ആഗസ്റ്റിൻ പറയുന്നത്. മരങ്ങാട്ടുപള്ളി പാലാ റോഡിനോട് ചേർന്ന് തൈമുറിയിൽ വീടിന്റെ മുറ്റത്തെ കിണറിലെ വെള്ളമാണ് ഉപയോഗിക്കാൻ കഴിയാതായത്. ലാബ് പരിശോധനകളിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുതലായതിനാൽ കുടിവെള്ളമായി ഉപയോഗിക്കരുതെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിർദ്ദേശം നൽകി. വീടിന് സമീപം 70-ലധികം വിദ്യാർത്ഥിനികൾ താമസിക്കുന്ന ഹോസ്റ്റൽ സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതോടെയാണ് കിണർ വെള്ളം മലിനമാകാൻ തുടങ്ങിയത്. ഇത് സംബന്ധിച്ച് പഞ്ചായത്തിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് മലിനജലം സംസ്കരിക്കാൻ സംവിധാനം ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് പകരം സോക്ക് പിറ്റ് മാത്രം നിർമ്മിക്കുകയാണ് ഉണ്ടായത്. കിണറിൽ നിന്നും 5 മീറ്റർ മാത്രം അകലെയാണ് മലിനജലം എത്തുന്നത്. വെള്ളം കലങ്ങി മറിയുകയും എണ്ണപ്പാടയും പലപ്പോഴും വെള്ളത്തിന് കറുത്ത നിറവും പൂപ്പലുള്ള വസ്തുക്കളുമെല്ലാം കാണാൻ കഴിയും. വീട്ടുമുറ്റത്തെ കിണറ്റിലെ ശുദ്ധമായ ജലത്തിന് പകരം ഇപ്പോൾ അയൽവീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പൈപ്പ് വെള്ളം നൽകാമെന്ന നിർദ്ദേശവുമുണ്ട്. സമീപത്തെ പല വീടുകളിലെ കിണറുകളിലും മാലിന്യം കലർന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട്. സ്വന്തം വീട്ടുമുറ്റത്തെ കിണർ വെള്ളം മലിനമാകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് എൽസമ്മ അഗസ്റ്റിൻ ആവശ്യപ്പെടുന്നു. ഞങ്ങളിപ്പോൾ വെള്ളം എടുക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ നിന്നാണ്. അതും പറ്റിപ്പോയാൽ ഞങ്ങൾക്ക് ആ കുഴച്ചിലുണ്ടാവും. അതുകൊണ്ട് എനിക്ക് പരമാവധി നീതി ലഭിച്ചേ പറ്റുള്ളൂ. എനിക്ക് നീതി കിട്ടണം. ഈ കിണറ്റിനെ വെള്ളത്തിനകത്ത് മാലിന്യം അടിഞ്ഞു കൂടിയിട്ടുണ്ട്. പല പ്രാവശ്യം 6-7 പ്രാവശ്യം മോട്ടോർ വെച്ച് വറ്റിച്ച് കളഞ്ഞതാണ്. എന്നിട്ട് പിന്നെ വരുന്ന വെള്ളത്തിനും 1-2 ദിവസത്തേക്ക് അത് ചിലപ്പോൾ നല്ലതായിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെയും ഇങ്ങനെ വരികയാണ്. ഹോസ്റ്റൽ പിള്ളേരെ കൊണ്ട് ചാടിച്ച് കഴിഞ്ഞാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റേതായ ലെവലിലാണോ പിള്ളേരെ ഹോസ്റ്റലിൽ നിർത്തുമ്പോൾ അതിൻ്റേതായ വലിയ ലെവലിൽ കക്കൂസുകളും ടാങ്കുകളും എല്ലാം നിർമ്മിച്ച് പോകണമല്ലോ. ഇത് 3-4 പേർക്കുള്ള രീതി മാത്രമേ അയാൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു അടിസ്ഥാനമായിട്ട് പോയിട്ടില്ല. അത് കഴിഞ്ഞാണ് ഈ പിള്ളേരെ ഓടിച്ചാടി കയറി വരുന്നത്. അപ്പോൾ അതിൽ നിന്നും സംഭവിക്കുന്നതാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പോഴും വെള്ളം കൊള്ളത്തില്ല. അത് ശരിയായ ലൈനിലാണോ ചെയ്തിരിക്കുന്നതെന്നുള്ളത് അധികൃതർ വന്നത് പരിശോധിക്കണം. പിന്നെ ഒരു സൈഡ് മുഴുവൻ വെട്ടിപ്പൊളിച്ചാൽ അറിയാം ഇത് എവിടെ നിന്ന് വരുന്നത്. ഇത് വല്ല മെഷീനും വെച്ച് നോക്കിയാൽ ഇതിൻ്റെ പദ്ധതി എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ഉണ്ടാകുന്നു, എവിടെ നിന്നുണ്ടാകുന്നു എന്നുള്ളത് കണ്ടുപിടിക്കണ്ടേ. വാർദ്ധക്യവും രോഗങ്ങളും ഒപ്പം കുടിവെള്ളം ലഭിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകളും എൽസമ്മയെ വിഷമിപ്പിക്കുകയാണ്. അധികൃതർ അനാസ്ഥ ഒഴിവാക്കി സ്വന്തം വീട്ടിലെ കിണർ വെള്ളം ഉപയോഗിക്കാൻ അവസരമൊരുക്കി തരണമെന്നാണ് എൽസമ്മയുടെ മകനും ചലച്ചിത്ര സംവിധായകനുമായ ബിനോ അഗസ്റ്റിൻ പറയുന്നത്. അപ്പം അത്രയധികം പിള്ളേർ താമസിക്കുന്ന ഹോട്ടൽ ഒരു ദിവസേന എങ്ങനെ നോക്കിയാലും ഒരു 15,000 ഒരു 15,000 ലിറ്റർ വെള്ളം അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ വെള്ളം ഭൂമിയിലേക്ക് വരുമ്പോൾ കൃത്യമായ ഒരു സീവേജ് പ്ലാന്റ് ഇല്ലെങ്കിൽ ഇത് അടുത്ത പുരയിടങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അത് നമുക്ക് ആർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കുറച്ചധികം വെള്ളം ഒരേ സ്ഥലത്ത് തന്നെ വ്യാപിച്ചുകൊണ്ടിരുന്നത് അത് റേഡിയസിലായിട്ട് ഇങ്ങനെ വ്യാപിച്ച് മറ്റുള്ള എല്ലാ പ്രദേശങ്ങളിലും വെള്ളം കണ്ടാമിനേഷൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എൻ്റെ മാത്രമല്ല, എൻ്റെ തൊട്ട അയലോക്കമുള്ള അവരുടെ വീട്ടിലെ കിണറും കണ്ടാമിനേറ്റഡാണ്. പക്ഷേ അവർക്ക് അത്ര പ്രശ്നമില്ല. കാരണം അവർക്ക് വേറെ ഒരു കിണറിനുള്ള വെള്ളത്തിനുള്ള റിസോഴ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു റിസോഴ്സ് ഈ കിണർ മാത്രമേ എനിക്കുള്ളൂ. അപ്പം പഞ്ചായത്ത് വിളിച്ചിട്ട് ഒരു യോഗം ചേർന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് പാർഷ്യലി ചെവി കേട്ടിട്ടുണ്ട്. അപ്പം അമ്മയിരുന്ന യോഗത്തിൽ അവർ ഇങ്ങനെ വെക്കുമായിരുന്നു, അവരൊരു വാട്ടർ റീസൈക്ലിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ വെച്ചത് ആക്ച്വലി ഒരു വാട്ടർ സോക്ക് പിറ്റാണ്. എനിക്കാവശ്യം എൻ്റെ കിണറിലെ വെള്ളം ശുദ്ധമായിട്ട് എനിക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പം ഞാനിതിനെക്കുറിച്ച് പഞ്ചായത്തിൽ പരാതിപ്പെട്ടു, പൊല്യൂഷൻ കൺട്രോൾ പരാതിപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും ഒരു നല്ലൊരു കോമഡി എന്ന് പറയാം, പൊല്യൂഷൻ കൺട്രോളുകാർ ഇവിടെ വന്നു, അവർ വെള്ളം കൊണ്ടുപോയി ചെക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കിണറ്റിലും ഈക്വളി മാലിന്യമുണ്ട്, അത് കാരണം ഉപയോഗിക്കരുത്. അപ്പം ഞാൻ ഐ ജസ്റ്റ് വണ്ടേഡ്. കാരണം ഇതാണോ ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ധർമ്മം? അവരുടെ ധർമ്മം അതിന് കുറ്റക്കാരെ കണ്ടുപിടിക്കുകയും എന്ത് പരിഹാരം എടുത്തു എന്നുള്ളത് നമ്മൾ ഇൻഫോം ചെയ്യണം. അവർ പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ കിണറ്റിൽ മാലിന്യമുണ്ട്, ഉപയോഗിക്കരുത്. ഞാൻ എന്നാലാവുന്ന എല്ലാ കംപ്ലയിൻറ്റും പലയിടത്തും അയച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മെല്ലപ്പോക്ക് സമരം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താ തരത്തില്ല. അത് എന്താണ് ഒരു കുടിവെള്ളത്തിന് വേണ്ടി അയാളുടെ റൈറ്റ്സിന് വേണ്ടി ചോദിക്കുന്നത്, അത് ഇവരെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു കുറ്റമാണോ? ഞാൻ എൻ്റെ ഒരു നീതിക്ക് വേണ്ടി ചോദിക്കുക എന്ന് പറയുന്നത് അതൊരു കുറ്റമാണോ? ദെൻ ഹൗ ഐ എം ട്രീറ്റ് ലൈക്ക് ദിസ്? പഞ്ചായത്ത് തലത്തിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലും പരാതി നൽകിയെങ്കിലും നടപടികൾ ഇഴയുകയാണ്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിൽ അധികൃതർ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന നിലപാടാണ് ഇവർക്കുള്ളത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.